അങ്ങനെ അനുമോളുടെ അച്ഛനെ പറഞ്ഞ ഒരുത്തന്റെ അക്കൗണ്ട് തന്നെ അനുമോളും സംഘവും അടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലെ ഈ കല്യാണ തിരക്കിനിടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാണ് അനുമോൾക്ക് സമയം എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കല്യാണത്തിന് ശേഷം ചറപറാന്നാണ് അനുമോൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 2-3 വ്ളോഗൊക്കെയാണ് ആശാത്തി അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടുത്തെ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ സ്വന്തം കല്യാണം മുതലാക്കി മാക്സിമം ഉണ്ടാക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇന്നലെ നോക്കുന്ന സമയത്ത് എൻഗേജ്മെന്റ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗാക്കി അപ്ലോഡ് ചെയ്തേക്കുന്ന ആശാത്തി. എന്തായാലും വളരെ നല്ല കാര്യം, അതിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഇതിനെല്ലാം ഇടയിലാണ് അനുമോളുടെ അച്ഛനെ വിമർശിച്ചുകൊണ്ട് ഒരുത്തൻ രംഗത്ത് വന്നത്. വിമർശിച്ചു മീൻസ് ഇവന് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ അത് അനുമോൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അതോടെ അനുമോൾ എന്താക്കി, അവന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഹാക്ക് ചെയ്തു. ഇതാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി സംഭവം എന്താണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ തന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അനുമോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോയാണത്. കുടുംബത്തിലെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോട്ടോ തന്നെയാണിത് അല്ലേ. അച്ഛൻ കസേരയിട്ടിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കുന്നു. പക്ഷെ ഈ ഫോട്ടോ ഒരുത്തരങ്ങ് തീരെ ദഹിച്ചില്ല. അതോടെ ഇവനെന്താക്കി ചില വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. എന്തായാലും അവന് പറയാനുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. എന്താണ് വത്സ നിന്റെ ബുദ്ധിമുട്ട്? അയാൾ അവിടെ ചേർലല്ലേ കാലുമ കാര്യം കയറ്റിയിരിക്കുന്നത്, അല്ലാണ്ട് നിന്റെ മടിയിലൊന്നല്ലല്ലോ. അപ്പൊ പിന്നെ നിനക്ക് ബുദ്ധിമുട്ട് തോന്നാൻ മാത്രം എന്താണ് അവിടെ ഉള്ളത്? ഇവ കാര്യമായിട്ട് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കേട്ടോക്കാം, അപ്പൊ മനസ്സിലാവുമായിരിക്കും. തോന്നുന്നു ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. എന്ത് കാലുമ കാലും കയറ്റി വെച്ചിരിക്കുന്നത്? എന്തോന്നടെ ഇതൊക്കെ ഒരു ഫോട്ടോയിൽ അച്ഛൻ കാലുമ കാലും കയറ്റി വെച്ചിരിക്കുന്നു എന്ന് കരുതി അതെങ്ങനെയാണ് പിതൃമേധാവിത്വമായി മാറുന്നത്? ഇവന് പുരോഗമന മൂത്ത് വട്ടായതാണെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി കേട്ടോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. പിന്നെ അനുമോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇത് പാട്രിയാർക്കി ആണോ അതോ പുരോഗമനമാണെന്നോ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ക്യാമറാമാൻ എന്ത് പോസാണ് പറയുന്നത് അതിനനുസരിച്ച് എല്ലാവരും പോസ് ചെയ്യും. അത്ര എവിടെയും സംഭവിച്ചുള്ളൂ. അല്ലാണ്ട് ഇത് പാട്രിയാർക്കിയും തേങ്ങാക്കോലും ഒന്നല്ല. ഇവനിത് പറഞ്ഞ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് പുരോഗമന മൂത്ത് ഭ്രാന്തായത് തന്നെ. എന്തായാലും മുമ്പ് ബാക്കി പറ. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. അപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേക്കാന്ന്. അത് ശരി, വിട്ടേക്കാന്ന് പറഞ്ഞു. പിന്നെ നീ എന്തിനാണ്ട് വീഡിയോ ചെയ്യാൻ നിന്ന്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ വിടാനായിരുന്നു ഉദ്ദേശമെങ്കിൽ നീ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് വിട്ടേക്കാന്ന് പറയും ചെയ്ത് എന്നിട്ട് ഒരു വീഡിയോയും ചെയ്തേക്കുന്നു. എന്താ മോഞ്ഞെ? എന്തായാലും കൊള്ളാം, ഉള്ളത് പറയാലോ. ഈ റിയാക്ഷൻ കുറച്ച് ഓവറാണ്. ഒരാൾ ഒരു ഫോട്ടോയിൽ കാലും കയറ്റി വെച്ചെന്ന് വിചാരിച്ചിട്ട് അത് പാട്രിയാർക്കിയാണ്, ആനയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത് കുറച്ച് ഓവറാണ്. കുറച്ചല്ല, നല്ലോണം ഓവറാണ്. ഇതിനൊന്നും ഇങ്ങനെ കുറ്റം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുറ്റം കണ്ടെത്താനാണെങ്കിൽ പിന്നെ നമുക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും മൊത്തത്തിൽ അവന്റെ വീഡിയോ കണ്ടപ്പോൾ അവന്റെ ചൊറിച്ചിൽ എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫാമിലി ഫോട്ടോയിൽ അച്ഛന് മുന്നിൽ കസാലിട്ടിരുന്ന് പുരുഷ മേധാവിത്വം കാണിച്ചു എന്നുള്ളതാണ് ഇവന്റെ പ്രശ്നം. അങ്ങനെ നോക്കാനാണെങ്കിൽ സമീപകാലത്ത് നമ്മൾ പലതും പ്രശ്നമാക്കേണ്ടി വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 2-3 വർഷം മുമ്പ് മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ചാമ്പിക്കോ എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. ആ ട്രെൻഡ് എന്തായിരുന്നു? ഫാമിലിയുള്ള എല്ലാവരും ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഒരു മൂത്ത കാരണവർ ഇങ്ങനെ വന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ചാമ്പിക്കോ എന്നും പറഞ്ഞിട്ട് നേരെ ചേറിൽ പോയിട്ട് കാലും കയറ്റിയിരിക്കും. ഈ ഒരു ട്രെൻഡ് ഒരു സമയത്ത് ഒട്ടുമിക്ക ആളുകളും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതും പാട്രിയാർക്കി അല്ലായിരുന്നു. അന്നില്ലാത്ത ചൊറിച്ചിൽ എന്താണ് ഇപ്പൊ ഈ ചങ്ങായിക്ക്? അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ്. അങ്ങനെയെങ്കിൽ ആ ട്രെൻഡിനെയും ഇവൻ വിമർശിക്കണമായിരുന്നു. ഇവന്റെ പ്രൊഫൈൽ നോക്കിയ സമയത്ത് ഇവൻ അങ്ങനെ ഒരു വിമർശനം ആ സമയത്ത് നടത്തിയതായിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോ അനുമോളുടെ അച്ഛൻ കാലും കയറ്റി ഇരുന്നതാണ് ഇവന്റെ പ്രശ്നം. ഉള്ളത് പറയാം, ഇതൊക്കെ കുറച്ച് ഓവറാണ്. റിയാക്ഷൻ വീഡിയോസ് ആകാം, ഞാനും അത് വെച്ച് തന്നെയാണ് കഞ്ഞു പിടിച്ച് പോകുന്നത്. പക്ഷെ എല്ലാത്തിനും നമ്മളൊരു മിതത്വം പാലിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ എന്തിലും ഏതിനും കയറി വിമർശിക്കാൻ നിന്നാണെങ്കിലും പിന്നെ ആയിരുന്നു ഇറങ്ങാൻ സമയം കാണില്ല. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ ഇവന് കമന്റ് ബോക്സിൽ നല്ല തെറിവിളികളാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നു? അനുമോള് വരെ ഇവന്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചുതരാം. എന്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറി ഇരിക്കുന്നത്. ഇതാണ് അനുമോള് കൊടുത്ത റിപ്ലൈ. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ സംശയം അതല്ല, അനുമോളുടെ കല്യാണ ദിവസം എങ്ങാനുമാണ് അനുമോൾ ഈ കമന്റ് ഇട്ടേക്കുന്നത്. ഈ കല്യാണ സമയത്തും ഇതുപോലുള്ള വീഡിയോകൾ കാണാനും അതിന് കമന്റ് ഇടാനും അനുമോൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊക്കെ എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഒരാഴ്ച സോഷ്യൽ മീഡിയ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പറഞ്ഞു വരുമ്പോ നമ്മളെത്ര ഒന്നും എന്തായാലും അനുമോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് പോലും കല്യാണത്തിന്റെ സമയത്ത് ഒന്നും ഫോൺ എടുത്ത് നോക്കാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അനുമോൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടേ? സമ്മതിച്ചെന്ന് കേട്ടോ. ചിലപ്പോ ആരെങ്കിലും കഴിച്ചു കൊടുത്ത് പുള്ളിക്കാരി തിരക്കിനിടയിൽ കണ്ടതാവും. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇതെല്ലാം സംഭവിച്ചതിന് പിന്നാലെയാണ് ഇവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അനുമോളും സംഘവും അടിച്ചു കളഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇവന്റെ ഭാര്യയും കൂട്ടി വന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഇവൻ എന്താണ് പറയാനുള്ളതെന്നുള്ളതൊന്നും അറിയണല്ലോ. അനുമോളുടെ വിവാഹ ഫോട്ടോ, അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ
തോന്നിയ ഒരു പാട്രിയാർക്കൽ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് കേട്ടോ. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത്, നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒരുപാട് കമന്റ്സ് വരുന്നു, ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ നമ്മളും അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല, ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിമ്പിളിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ കല്യാണ തിരക്കുകൾക്കിടയിലും അനുമോൾക്ക് ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ എവിടെ സമയം കിട്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും ഒന്ന് വിമർശിച്ചതിന്റെ പേരിൽ ഒരാളുടെ അക്കൗണ്ട് അടിച്ചു കളഞ്ഞ പരിപാടി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റൂല. കാരണം അക്കൗണ്ട് അടിച്ചു കളയാൻ മാത്രം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ അപ്ലോഡ് ചെയ്ത ഒരു ഫാമിലി ഫോട്ടോയിൽ അനുമോളുടെ അച്ഛൻ കാലുമക്കാലിൽ കയറ്റി ഇരുന്നത് ഒരു മോശമായിട്ട് ഇങ്ങനെ തോന്നി. അത് ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറഞ്ഞു, അത് കുറച്ച് ഓവറാണ്, അത് വേറെ കാര്യം. പക്ഷെ അതിനുള്ളത് ഇവര് കമന്റ് ബോക്സിൽ കിട്ടുകയും ചെയ്തു. ഇവര് തന്നെ പറഞ്ഞല്ലോ കമന്റ് ബോക്സ് ഓവർ ഫ്ലഡഡ് ആയി, നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് നിറഞ്ഞു എന്നുള്ളത്. അതിനർത്ഥം ഈ വിഷയത്തിൽ അത്രയും സപ്പോർട്ട് അനുമോൾക്ക് കിട്ടിയെന്നല്ലേ. ഞാൻ നോക്കിയ സമയത്ത് സ്വാസിക അടക്കമുള്ള ആളുകൾ വരെ ഇവരെ വിമർശിച്ചുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും സപ്പോർട്ട് അനുമോൾക്ക് ആ വീഡിയോയിൽ കിട്ടി. മാത്രമല്ല അനുമോളുടെ അച്ഛനെ വിമർശിച്ചുകൊണ്ട് ഇവൻ ചെയ്ത വീഡിയോ നോക്കിക്കൊണ്ട് പല യൂട്യൂബേഴ്സും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതും കണ്ടു. അവരെല്ലാം അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇവര് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവര് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവന്റെ അക്കൗണ്ട് അടിച്ചു കളഞ്ഞത് വളരെ മോശമായി പോയി. അങ്ങനെ ഒരു വിമർശനം വരുമ്പോഴേക്കും മറ്റുള്ളവരുടെ അക്കൗണ്ട് അടിച്ചു കളയാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അനുമോൾക്ക് അതിനെ സമയം കാണും. പ്രത്യേകിച്ച് കല്യാണത്തിന് സമയത്തേക്ക് ഈ പരിപാടിക്ക് നിൽക്കുന്നത് അത് കല്യാണത്തിന്റെ സന്തോഷം കൂടിയാണ് അനുമോൾക്ക് നഷ്ടപ്പെടുത്തുന്നത്. കല്യാണം എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതിന് മാക്സിമം എൻജോയ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ആ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവാന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും അയാളുടെ അക്കൗണ്ട് അടിച്ചു കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താണ് അനുമോൾ ഇതൊക്കെ? കുറച്ചൊക്കെ ഒരു മെച്യൂരിറ്റി കാണിക്കും. ഒരു ബിഗ് ബോസ് വിന്നർ അല്ലേ താങ്കൾ? എന്തെന്നാലും അനുമോളുടെ ഈ സമീപനത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ഇനി ഇവന് വീഡിയോയിൽ വന്ന് അനുമോളുടെ അച്ഛന് 4 തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെയും അനുമോൾക്ക് ഇവന്റെ അക്കൗണ്ട് അടിച്ചു കളഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇവിടെ അനുമോൾ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോയിൽ മോശമായി ഇവന് തോന്നിയ കാര്യം ഇവന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിന് ആ രീതിയിൽ അങ്ങ് വിട്ട് കളയാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എന്താണെന്ന് അറിയാം, അനുമോളെയും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും അനുമോൾ ഇത്രയും ചീപ്പാണെന്നുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളുടെ അക്കൗണ്ട് അടിച്ചു കളയാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സിമ്പിൾ ആയി നല്ലൊരു സോഷ്യൽ മീഡിയ ടീമുള്ള ആർക്കും ഈ പരിപാടി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ പല പ്രമുഖന്മാരുടെയും പല അക്കൗണ്ടുകളും പല രീതിയിലും ദിവസവും ഹാക്കായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് അടിച്ചു കളയാന്ന് പറഞ്ഞ വലിയ കാര്യമുള്ള സംഭവം ഒന്നല്ല. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് അതിന്റെ സ്റ്റെപ്സ്. അനുമോളുടെ ടീമല്ലാണ്ട് വേറെ ആര്? പിന്നെ കോമൺ സെൻസിൽ ഏതൊരാൾക്ക് മനസ്സിലാക്കും ഇത് ഹാക്ക് ചെയ്ത അനുമോളുടെ ടീമാണെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ അനുമോളോട് അത്രയും സ്നേഹമുള്ള ഏതെങ്കിലും അനുമോളുടെ ഫാൻ ബോയ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫാൻ ഗേൾ ആയിരിക്കണം. അനുമോളെ പറഞ്ഞുള്ള സ്നേഹം കാരണം അക്കൗണ്ട് ഹാക്ക് ചെയ്തതാവും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത് അനുമോളുടെ PR ടീം തന്നെയാണ് ചെയ്തതെന്നുള്ളതാണ്. കാരണം അത്രയും സ്ട്രോങ് PR ടീം അനുമോൾക്ക് ഉണ്ട്. അത് ബിഗ് ബോസിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ. എന്തായാലും ബാക്കി കൂടെ നോക്കാം. അപ്പൊ ഹാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാനിക് ആയി പോയി. കാരണം അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ നമ്മൾ ഇനിയും പറഞ്ഞിട്ടാണോ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ഡാർക്ക് അടിച്ചു എന്ന് പറയുന്നില്ല. പെട്ടെന്നൊരു ഡാർക്ക് ആയി പോയി. അനുമോളാണോ ഇത് ചെയ്തത്, അനുമോളുടെ PR ടീം ആണോ ഇത് ചെയ്തത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചിട്ട്. കാരണം ഞങ്ങൾ 2 പേര് 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലുള്ളപ്പോൾ മിക്കപ്പോഴും പുള്ളിക്കാരി വർക്കിങ്ങിലായിരിക്കും. അല്ലെ പുള്ളിക്കാരി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് പാനിക് ആയി പോയി. അത് കാരണം തന്നെ ഒരുപാട് വീഡിയോസിലോട്ട് എനിക്ക് വരേണ്ടി വന്നു. കാരണം എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. അപ്പൊ അങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്, അല്ലാണ്ട് അതൊരിക്കലും റീച്ച് എത്താനോ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല. പിന്നെ അതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂറുകളത്തേക്ക് നമ്മൾ ആ ദിവസം അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ശരി ഒരു റിയാക്ഷൻ വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ പിന്നെ ഇട്ടത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി. അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരുപാട് കമന്റ്സിന്റെ ഫ്ലഡിങ് ഉണ്ടായി. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ജോലിയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞതെന്ന്. കാരണം
ഈ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആയെന്ന് പറഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് അതിനകത്ത് കമന്റ് ഇടുന്നത് അനുമോളുടെ ഉൾപ്പെടെയുള്ള അതെ, കമന്റ് നന്നായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ നിനക്ക് ഇത് തന്നെ വേണം. അത് ഒരിക്കലും ഒരാൾക്കൊരു ദുർഗതി വരുന്നത് നല്ലതാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ആരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. അല്ല, ആൾക്കാർ അങ്ങനെ പറഞ്ഞാൽ പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാൻ പറ്റൂല. കാരണം അത്രയും ഓവറായിരുന്നു നിന്റെ വീഡിയോ. നീ തന്നെ ഒന്ന് സമയം കിട്ടുമ്പോൾ അത് 1-2 വട്ടം ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു. നിനക്ക് തന്നെ ചിലപ്പോൾ അത് ക്രിഞ്ച് അടിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയൂല. ആൾക്കാരെങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, അത് വേറെ കാര്യം. ബാക്കി പറഞ്ഞാലും നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പാട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ട്, ടോക്സിസിറ്റിക്ക്, മസ്കുലൈനിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട്, അതുപോലെ നന്നായി ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിങ്ക് കൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പൊ അതിനെ ഊന്നി പറയുക, കുറച്ച് പേർക്കെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ, നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പണ്ട് ലക്ഷ്മിപ്രിയയെ കുറെ കളിയാക്കി, അതിന് ലക്ഷ്മിപ്രിയ അങ്ങനെ ആക്കി വിട്ടു, ലക്ഷ്മിപ്രിയ അതിനെതിരെ പ്രതികരിച്ച് വിട്ട ടീമാണെന്നൊക്കെ. അത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് തന്നെ, ലക്ഷ്മിപ്രിയ ബിഗ് ബോസിലൂടെ കാണിച്ചതെന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പുരാതനമായിട്ടുള്ള ഒരു കുലസ്ത്രീ തരം അല്ലെങ്കിൽ പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് ആക്ട് ചെയ്തിട്ട്. അപ്പൊ വെറുതെ ഒരു ഫണ്ണായിരുന്നു. ചില ആൾക്കാരൊന്നും പറയുന്നു ലക്ഷ്മിപ്രിയ സ്പൂഫ് കണ്ടിട്ടാണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത്, ഇപ്പോ അനുമോളുടെ കാര്യം കാണുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിലൊരു വൈരുദ്ധ്യം ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയും നമ്മൾ സ്പൂഫിലൂടെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അവർ പറയുന്ന ടോക്സിസിറ്റിയെ, അവരുടെ മൈൻഡിലെ വൈകല്യമുള്ള ചിന്താഗതിയാണ് നമ്മൾ ഫണ്ണിലുപരി അവരുടെ ആ മാനസികാവസ്ഥയെ ഞങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഫണ്ടിന്റെ ഇൻസൈഡ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, റോ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫണ്ടിനകത്ത് ഫണ്ട് മാത്രമല്ലായിരുന്നു. ഈ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് ലക്ഷ്മിപ്രിയയിലൂടെ ശരിക്കും. ഈ ജയ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് അതിനകത്ത് ഇടിസീൻ കണ്ടിട്ട് ഫണ്ണായിട്ട് കണ്ട് ചിരിക്കുന്നവരുണ്ട്. ചിലർക്ക് മാത്രമേ, അല്ലെങ്കിൽ വേറൊരു ഭാഗത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിലൂടെ പെട്രിയാർക്കിക്കെതിരെയുള്ള ഒരു ഫൈറ്റ് ആണെന്ന്. നമ്മുടെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് വീട്ടിലിരുന്ന് ടി വിക്കകത്ത് സിനിമ ഓടുമ്പം അത് ഫണ്ണായിട്ട് കണ്ട് ചിരിച്ചു കളയാണ്. എന്തോന്നാണ് ഇതൊക്കെ? എന്തോന്നാണ് ഇവൻ ഈ പറയുന്നത്? ഇതുണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പുരോഗമന മൂത്ത് പ്രാന്തായതാണ് ഇത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജയ എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും മാസ് സീനാണ് അതിലെ ഇടിസീൻ എന്ന് പറയുന്നത്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. അത് കണ്ടിട്ടുണ്ടല്ലോ, എന്റെ രോമം എണീച്ച് പോയിക്കണ്. ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ചിട്ടുമുണ്ട്, നല്ലോണം ആ ഭാഗം കണ്ട് ചിരിച്ചിട്ടുമുണ്ട്. അത് ഇത്രയും വലിയ തെറ്റായിരുന്നു എന്നുള്ളത് ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നമ്മളവിടെ ചിരിക്കാൻ പാടില്ലായിരുന്നു, അതിന് പകരം നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കണമായിരുന്നു, ഇത് പാട്രിയാർക്കിക്കെതിരെയുള്ള ഫൈറ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവിടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കണമായിരുന്നു. അതാണ് ഇവൻ പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇവന് സിനിമ കാണാനിരിക്കുന്നത് ബുക്കും പേപ്പറും എടുത്തിട്ടായിരിക്കും. എന്നിട്ട് അവിടെ അത് പറഞ്ഞു, ഇവിടെ അത് പറഞ്ഞു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന് നോട്ട് ചെയ്തിട്ടായിരിക്കും സിനിമ കാണുന്നത്. അല്ലാണ്ട് എന്റർടൈൻമെന്റിന് വേണ്ടി ഇവന് സിനിമ റീലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാൾ എന്തായാലും ഇമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്യൂലല്ലോ. എന്നാലും ഇല്ലേ, എങ്ങനെയാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു. ബാക്കി പറഞ്ഞാലും ഫൺ ശരിയല്ല, അത് പാട്രിയാർക്കിക്കെതിരെയുള്ള ഒരു മൂവിയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ സിറ്റുവേഷൻ വന്നപ്പോഴും. ഇപ്പൊ അനുമോൾക്കെതിരെ വന്നത് ഞങ്ങൾ എന്താ ഒരു ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. അനുമോൾക്കെതിരെ വന്ന് എന്തുകൊണ്ട്, ഇനിയിപ്പോ നമ്മൾ ഒന്നും കൂടി വൃത്തിക്ക് പറയാം, എന്തുകൊണ്ടാണ് ആ ഫോട്ടോയ്ക്ക് ഇത്ര ഒരു പ്രശ്നം? ആ ഫോട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കല്യാണം എന്താണ് അനുമോളുടെ ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രൊജക്റ്റ് ആയി നിൽക്കേണ്ടത് അനുമോളും ഹസ്ബൻഡും ആണെന്നിരിക്കെ അത് ഫോട്ടോഗ്രാഫറിന്റെ പോസ് ആയിരിക്കാം. ഫോട്ടോഗ്രാഫർ നമുക്ക് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനായിരുന്നു ആ ഫോട്ടോഗ്രാഫർ, എന്റെ പോസാണ്, നിനക്ക് എന്ത് വേണമെന്നുള്ള. ആ ഫോട്ടോഗ്രാഫറോടാണ് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിനെല്ലാം ഒന്നാമത് കാരണം എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കാം എന്നിപ്പോ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ടാവും. അവിടെ ഫോട്ടോഗ്രാഫർ ഇപ്പൊ ഇതിൽ എന്ത് വഹിച്ചു? അനുമോളെയും അനുമോളുടെ ചെക്കനായിട്ടുള്ള ഭുവനേശ്വരിനെയും പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഇഷ്ടംപോലെ ഫോട്ടോസ് ഈ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ് എല്ലാം അനുമോളുടെ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരു ചേഞ്ച് എന്നാണ് ഫാമിലി ഫോട്ടോ എടുക്കുന്ന സമയത്ത് മൂപ്പരൊന്ന് അച്ഛനെ പ്രൊജക്ട് ആക്കിയ ഒരു ഫോട്ടോ എടുത്ത്, അത്ര ഇവിടെ സംഭവിച്ചുള്ളൂ. അതിന് ആ രീതിയിൽ അങ്ങ് കണ്ടാൽ പോരെ. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ അങ്ങനെ ചെയ്തു, പാട്രിയാർക്കി ആന ചക്ക എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ നിൽക്കുന്നതിനാണ്. ഇതിനൊക്കെ കുറ്റം കണ്ടെത്താന്ന് പറഞ്ഞ് എന്താ ഞാൻ ഇതിനൊക്കെ പറയാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റലക്ച്വൽ തോട്ട് കയറി പ്രാന്തായി പോയതാണ്, അല്ലെങ്കിൽ പുരോഗമനം കയറി പ്രാന്തായതാണ് ഇവർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. ഓരോരോ ടീംസ് ഇഷ്ടമാണ്. ബാക്കി പറന്തായാലും കാരണം നിങ്ങൾ അവിടെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചത് ആ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്രിയാർക്കെ നിങ്ങൾ ഊന്നി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അത് വെറും ഒരു അച്ഛൻ സ്നേഹമോ ഒരു അച്ഛൻ സെന്റിമെന്റ്സോ ഒന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈറലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, ഇൻഫ്ലുവൻസ് ആകും. നിങ്ങൾ സാധാ ഒരു ഫാമിലി പോയി ഫോട്ടോ എടുത്ത് അവരുടെ ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാര്. നാളെ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും. അതെ, അനുമോളുടെ അച്ഛനൊരു ഫോട്ടോ കാണുമ്പോഴേക്കും അതെല്ലാവരും അനുകരിക്കാൻ നിൽക്കാണ്. ഇനിയിപ്പോ അനുകരിച്ചെന്ന് നിൽക്കട്ടെ, എന്താണ് ഇപ്പൊ പ്രശ്നം ഉള്ളത് പറയുക? എനിക്ക് അതിലൊരു പ്രശ്നം തോന്നുന്നില്ല. അങ്ങനെയെങ്കിലും മറ്റേ ഭീഷ്മപർവം ട്രെൻഡ് അനുകരിച്ച ആൾക്കാരൊക്കെ ഇവർ വിമർശിക്കേണ്ടിയിരിക്കുന്നു. അതെന്താ കാണാത്തത്? ഒരു ഫോട്ടോ നോക്കിയാൽ അല്ലെങ്കിൽ അതിലുള്ള ആളുകളുടെ പോസ് നോക്കിയല്ല പാട്രിയാർക്കിയെ നമ്മൾ വിലയിരുത്തേണ്ടത്.
ഒരാളുടെ പ്രവൃത്തി നോക്കിയിട്ടാണ്. ഇവിടെ അനുമോളുടെ അച്ഛൻ പാട്രിയാർക്കിയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോകളോ മറ്റോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം. അല്ലാതെ ഒരു ഫോട്ടോയിലോ അനുമോളുടെ അച്ഛൻ കാലുമോ കാര്യം കയറ്റിയിരുന്നെന്നും വിചാരിച്ച് അതങ്ങനെയാണ് ഇങ്ങനെയാണ് പാട്രിയാർക്കിയാണ് ഇത് തുടച്ചു നിൽക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ കുറച്ച് ഓവറാണ്. ഇതിന് മാത്രം ഇത് പറയാനൊന്നുമില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് വീണ്ടും ഊക്ക് മേടിക്കാൻ നിൽക്കല്ല മോനെ. ബാക്കി പറഞ്ഞാലും അന്നേരം അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല, ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛനെ സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല. ഞങ്ങൾ അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എല്ലാത്തിനും ഉപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്, ആങ്ങള പെങ്ങൾ ഒരുപോലാണ്, അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അനുമോളുടെ കല്യാണ ഫോട്ടോ അനുമോൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക, അനുമോളുടെ അച്ഛൻ എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക, അതൊന്നും മാറ്റർ അല്ല. ഇവിടെ ഞങ്ങൾ എന്താണ് പറഞ്ഞത്, എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്? മതി കൺവേ ചെയ്തിടത്തോളം മതിയായി. ഇത്രയും കേട്ടിട്ട് എനിക്ക് ഭ്രാന്താവാണ്. ഇവരിത് പറഞ്ഞ് എങ്ങോട്ടോ ആണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് മറ്റേ ഉണ്ണി വ്ളോഗ്സിനും മല്ലു അനലിസ്റ്റിനും ഒക്കെ പഠിക്കാണെന്ന് തോന്നുന്നു. അവര് പോലും ഇത്രയും ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കൂല. അവര് പോലും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാകും. എന്തോന്ന് തേങ്ങയാണ് ഇവന് ഈ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും കോമഡി ആയിക്കുന്ന സംഭവം. ഇനിയും എന്തൊക്കെയോ ഇവർ ഇരുന്ന് പറയുന്നുണ്ട്. എല്ലാം കൂടി പ്ലേ ചെയ്ത് കാണാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനിത് ഇവിടെ നിർത്തുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.